യു കെ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് മറ്റൊരു പുസ്തകമായിട്ടാണ്. പുസ്തകം എന്ന് പറയുമ്പോൾ ഒറ്റ വായനയിലൂടെ തന്നെ ഞാൻ ആ പുസ്തകത്തിലെ കഥാപാത്രത്തിന്റെ ഫാൻ ബോയ് ആയി മാറി. അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വനിതയുടെ സ്റ്റോറിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പുസ്തകം വേറൊന്നുമല്ല, ഞാൻ ഭൂലൻ ദേവി എന്ന പുസ്തകമാണ്. സത്യത്തിൽ ഈ ഒരു ഭൂലൻ ദേവി എന്ന പേര് കേൾക്കാത്തവരായി നമ്മളെ മലയാളികളിലോ ആരും തന്നെ ഉണ്ടാവില്ല. കാരണം ഞാൻ ഈ പേര് കേൾക്കുന്നത് ഇന്നോ ഇന്നലെ അല്ല. എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കേട്ട് വളർന്നൊരു പേരാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആ സമയത്ത് ഓരോ കുരുത്തക്കേട് കാണിക്കുമ്പോഴും എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരാൽ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു ചോദ്യമുണ്ട്: നീ ആരാ, ഭൂലൻ ദേവിയുടെ മകനാണോ എന്ന്. എന്നാൽ അന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഇതാരാണ്, ഭൂലൻ ദേവി ആരാണെന്നോ ഒന്നും. അപ്പോഴും എനിക്കറിയാം, അതായത് എന്തോ കുരുത്തക്കേടുമായി ബന്ധപ്പെട്ട ആരോ ഒരാളാണ് ഈ ഭൂലൻ ദേവി എന്ന്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എനിക്ക് ഈ ഒരു പുസ്തകം വായിക്കാനായിട്ട് പറ്റി. അതിലൂടെ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ അറിയാനായിട്ട് പറ്റി. ആ വായിച്ചിടത്തോളം അല്ലെങ്കിൽ വായിച്ചറിഞ്ഞിടത്തോളം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വനിതയായി മാറിയ സ്ത്രീയാണ് ഈ ഭൂലൻ ദേവി എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും നമ്മുടെ പുസ്തകത്തിലേക്ക് വരാം. ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഭൂലൻ ദേവിയുടെ ആത്മകഥാപരമായ ഒരു പുസ്തകമാണ്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പലവിധമായ പ്രശ്നങ്ങളെയാണ് ഈ ഒരു പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത്. പുള്ളിക്കാരി ഒരിക്കൽ പറഞ്ഞൊരു കോട്ട് ഇങ്ങനെയാണ്: ഞാൻ അധകൃതനായി ജനിച്ചു, എന്നാൽ രാജ്ഞിയായി തീർന്നു. അതായത് ഒന്നുമില്ലാത്ത കഷ്ടപ്പാടിൽ നിന്നും പ്രശ്നങ്ങൾക്കിടയിൽ ജനിച്ചെങ്കിലും അവസാന നിമിഷത്തിൽ അവർ രാജ്ഞിയായി മാറിയെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് പുസ്തകത്തിലേക്ക് വരാം. 1963 ഓഗസ്റ്റ് 10-ാം തീയതിയാണ് ഭൂലൻ ദേവി ഉത്തർപ്രദേശിൽ ജനിക്കുന്നത്. അതുമുതലാണ് നമ്മുടെ ഈ ഒരു പുസ്തകം ആരംഭിക്കുന്നത് തന്നെ. എന്നാൽ അവിടെ ജനിക്കുന്ന ആ കുഞ്ഞു ഭൂലന് അവളുടെ ബാല്യം തന്നെ നിഷേധിക്കുകയാണ്. അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ചുറ്റുപാടും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. തന്റെ കുടുംബത്തിന് നേരെ മറ്റുള്ള ആൾക്കാരാലും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടാണ് അവൾ വളരെ. എന്നാൽ അവളുടെ 11-ാമത്തെ വയസ്സിൽ അവൾ ഒരു വിവാഹ ബന്ധത്തിന് നിർബന്ധിതയാകുകയാണ്. അതും അവളുടെ അച്ഛന്റെ പ്രായമുള്ള ഒരാളാണ്. ഒന്ന് ആലോചിക്കുക, 11 വയസ്സെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു കുട്ടി കളിപ്പാട്ടങ്ങൾക്കും മിഠായികൾക്കും അച്ഛനമ്മമാരുടെ സ്നേഹത്തിനും വേണ്ടി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൊതിക്കുന്ന ഒരു ബാല്യമാണ് ഈ 11 വയസ്സെന്ന് പറയുന്നത്. എന്നാൽ ആ സമയത്ത് അവളൊരു ഭാര്യയാകാൻ നിയോഗിക്കപ്പെടുകയാണ്. ഈ കല്യാണം നടക്കുന്ന സമയത്ത് അവൾക്ക് കല്യാണം എന്തെന്നോ ഭർത്താവ് എന്തെന്നോ അറിയില്ല. ഈ വിവാഹത്തിന് തൊട്ടു മുൻപായി ഫൂലൻ തന്റെ അനിയത്തിയോട് പറയുന്ന ഒരു വാചകമുണ്ട്. വളരെ മനോഹരമാണിത്. അതിങ്ങനെയാണ്: ഞാൻ മനസ്സിലാക്കിയിടത്തോളം വിവാഹം എന്നത് മാതാപിതാക്കൾ സ്നേഹത്തോടെ തൻ്റെ പെൺമക്കൾക്ക് നൽകുന്ന വിഭവ സമൃദ്ധമായ ഒരു സദ്യയാണ് എന്നാണ് ധരിച്ചു വെച്ചിരുന്നത് പോലെ. എന്നാൽ പിന്നെ പിന്നെ അവൾക്ക് മനസ്സിലായി അതത്ര എന്താ പറയാ, വിഭവ സമ്പുഷ്ടമല്ല എന്ന് മനസ്സിലാവുകയാണ്. അവള് 11-ാമത്തെ വയസ്സിൽ ഭാര്യയായി അവളുടെ ഭർത്താവിന്റെ വീട്ടിലോട്ട് പ്രവേശിക്കുകയാണ്. ഈ പ്രവേശിക്കുന്നിടത്ത് തന്നെ അവൾ ലൈംഗികമായി ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുകയാണ്. അവൾ ഒരുപാട് യാതനകൾ അനുഭവിക്കുന്നു. തുടർന്ന് പല പ്രാവശ്യം അവൾ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. വീണ്ടും വീണ്ടും അവൾ പിടിക്കപ്പെടുന്നു. ഒടുവിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളുടെ ഭർത്താവ് തന്നെ അവളെ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ അവൾ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് എത്തുകയും അവിടെ അവളുടെ പഴയ ജീവിതം ആരംഭിക്കുകയും ചെയ്യുകയാണ്. അവൾ വയലുകളിൽ പണിയെടുത്തും അവളുടെ അനിയത്തിമാരോട് കളിച്ചും അങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും പഴയ കാലത്തെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് കുത്തിപ്പൊങ്ങി വരുന്നത്. അതായത് അവളുടെ കുടുംബവും നാട്ടുകാരുമായിട്ടുള്ള പ്രശ്നം. അവരുടെ വാദം ഇങ്ങനെയാണ്: അതായത് കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ അധികകാലം ഈ വീട്ടിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലല്ലാതെ അച്ഛനമ്മയുടെ കൂടെ നിൽക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ വരുന്നത്. എന്നാൽ അവിടെ പ്രശ്നം രൂക്ഷമാവുകയും അവളൊരു കൂട്ട ബലാത്സംഗത്തിന് ഇരയാവുകയും ചെയ്യുകയാണ്. അങ്ങനെ പ്രശ്നം വളരെ രൂക്ഷമാവുകയും അവിടുത്തെ പ്രമാണിമാരുടെ നിർദ്ദേശപ്രകാരം ഒരു കൂട്ടം കൊള്ളക്കാർ ഭൂലൻ ദേവിയെ തട്ടിക്കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവൾ കൊള്ളക്കാരാൽ പിടിക്കപ്പെട്ടു വനത്തിലെത്തുന്നു. പിന്നെ അവിടെ നടക്കുന്നതെല്ലാം ഒരു സിനിമയെക്കാളും വെല്ലുന്ന തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. കൊള്ളക്കാരാൽ തട്ടിക്കൊണ്ടു പോകപ്പെട്ട ഒരു പെൺകുട്ടി അവിടെ നിന്ന് അവരുടെ സംഘത്തിലെ ഒരു അംഗമായി മാറുന്നു. അവിടുത്തെ തന്നെ കൊള്ള നേതാവിന്റെ ഭാര്യയായി മാറുന്നു. ഒടുവിൽ അവളുടെ കൊള്ള റാണി തന്നെയായി മാറുന്നു. ഇതിനിടയിൽ ഒരുപാട് മനോഹരമായ കാര്യങ്ങളുണ്ട്. മനോഹരമായതും മനസ്സലിയിക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഈ ഒരു പുസ്തകം വായിച്ച് തന്നെ അത് അറിയാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്കത് എന്താണ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കൊള്ളറാണിയായ ഭൂലൻ ദേവി ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മഹാ കൊള്ളക്കാരിയായി മാറുകയാണ്. ബാൻഡിറ്റ് ക്യൂൻ എന്നൊക്കെ നമ്മുടെ ഭൂലൻ ദേവിയെ പിന്നെ അറിയപ്പെടുന്നു. അങ്ങനെ കൊള്ളറാണിയായിട്ട് ജീവിതം കഴിച്ചു കൂട്ടുന്നതിനിടയിലാണ് അവൾക്ക് പല സമ്മർദ്ദങ്ങളും ഉണ്ടാകുന്നത്, കീഴടങ്ങുവാനായിട്ട്. അങ്ങനെ അവൾ കീഴടങ്ങാൻ തീരുമാനിക്കുകയാണ്. 1983 ഉത്തർപ്രദേശ് സർക്കാരിന്റെ മുൻപിൽ അവൾ കീഴടങ്ങുകയാണ്. പിന്നെ ഒരു നീണ്ട 6-7 വർഷത്തെ ജയിൽവാസമാണ്. എന്നാൽ ജയിൽവാസത്തിനൊടുവിൽ അവളെ വെറുതെ വിടുകയും അവളുടെ എല്ലാ കുറ്റകൃത്യങ്ങളും എഴുതി തള്ളുകയും ചെയ്യുകയാണ്.
അങ്ങനെ കുറ്റവിമുക്തയായ ഫൂലൻ ദേവി, അല്ലെങ്കിൽ ഇന്ത്യയുടെ കൊള്ളക്കാരി എന്ന് തന്നെ പറയാം, ആ കൊള്ളക്കാരി കുറ്റവിമോചിതയാവുകയാണ്. അവിടെയും തീരുന്നില്ല ഭൂലൻ ദേവിയുടെ ജീവിതം. 1999 ലോക്സഭയിലേക്ക് ഭൂലൻ ദേവി തെരഞ്ഞെടുക്കപ്പെടുകയാണ്. എന്നാൽ ഒരുപാട് അത് ദീർഘിപ്പിക്കാൻ ഭൂലൻ ദേവിക്ക് കഴിഞ്ഞു. 2001 ജൂലൈ 25 മുഖംമൂടി അണിഞ്ഞു വന്ന മൂവർ സംഘം ഭൂലൻ ദേവിക്കെതിരെ വെടിയുതിർക്കുകയും അങ്ങനെ ഭൂലൻ ദേവി മരണപ്പെടുകയും ചെയ്യുകയാണ്. സത്യത്തിൽ ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് റിവ്യൂ ചെയ്യാനുള്ള പ്രധാന കാരണം മറ്റൊന്നാണ്. കാരണം ഭൂലൻ ദേവി എന്താണെന്ന് എന്നെപ്പോലെ തന്നെ അജ്ഞാതമായിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അതായത് ഭൂലൻ ദേവി എന്ന് പറയുന്നത് വെറും ഒരു കൊള്ളക്കാരിയാണ് എന്ന് കരുതിയിരുന്ന ആൾക്കാർ. പക്ഷേ അങ്ങനെയുള്ളവർ തീർച്ചയായും ഈ ഒരു പുസ്തകം വായിച്ചിരിക്കുക. ഭൂലൻ ദേവി എന്ന് പറയുന്നത് കൊള്ളക്കാരിയല്ല. അവൾ ആരെയും കൊല്ലാനല്ല ശ്രമിച്ചത്. അവൾ അവൾ അവളുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് അവൾ പോരാടിയത്. അടുത്ത വായിച്ചതിൽ എന്നെ ഏറെ സ്വാധീനിച്ച ഒരു പുസ്തകം എന്ന് തന്നെ ഞാൻ നിസ്സംശയം ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് പറയും. കാരണം ഞാൻ കുറച്ച് ആത്മകഥകൾ വായിച്ചു. അതിൽ ഏറ്റവും, അല്ലെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു സ്ത്രീത്വം അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം എന്ന് തന്നെ എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും ഫൂലൻ ദേവി.